Hi students, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ടു സ്റ്റേജ് റെസിപ്രോക്കേറ്റ് എയർ കംപ്രസറിൻ്റെ ടോട്ടൽ വർക്ക് ഇൻപുട്ട് ആയിരുന്നു അല്ലേ. ആ ടോട്ടൽ വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ടോട്ടൽ പവർ ഇൻപുട്ടാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവറിനും കൂടി പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ യൂണിറ്റ് എഴുതി നോക്കുകയാണെങ്കിൽ ജൂൾ പെർ സെക്കൻഡിലാണ് കിട്ടേണ്ടത്, വാട്ട്സിലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ഇന്നിപ്പോൾ നോക്കുന്നത് ഈ വീഡിയോയിൽ നോക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കണ്ടീഷൻ ഫോർ മിനിമം വർക്ക് റിക്വയർഡ് ഫോർ എ ടു സ്റ്റേജ് കംപ്രസർ. ടു സ്റ്റേജ് റെസിപ്രോക്കേറ്റ് എയർ കംപ്രസറിൽ മിനിമം വർക്ക് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻ, റിക്വയർഡ് ആയിട്ടുള്ള മിനിമം വർക്കിനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതായത് ടോട്ടൽ പവർ ഇൻപുട്ട് റിക്വയർഡ് to a two-stage reciprocating air compressor with a perfect or complete intercooling is given by the expression. അതായത് ടോട്ടൽ പവർ ഇൻപുട്ട്, അതായത് നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടല്ലോ ഫോർ എ ടു സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ജസ്റ്റ് മുൻപുള്ള വീഡിയോയിൽ എൻ്റെ W എന്നാണ്, അതാണ് ഞാൻ പറഞ്ഞു ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയാം, IP എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കുക. ഇത് തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുക, n by n minus 1 mr t1 into p2 by p1 whole power n minus 1 by n plus p3 by p2 whole power n minus 1 by n minus 2. ഇതാണ് ഇക്വേഷൻ അല്ലേ. അതായത് ഇവിടെ ഇനി പറയണത് ഇതാണ്, കുറച്ച് പറയണ കാര്യം ഇതാണ്. സക്ഷൻ പ്രഷർ, സക്ഷൻ ടെമ്പറേച്ചർ, ഡെലിവറി പ്രഷർ എന്ന് പറയുമ്പോൾ ഇതേതാണ്, നമ്മളിവിടെ ടു സ്റ്റേജ് ആണ് കൺസിഡർ ചെയ്തത് അല്ലേ. സക്ഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ P1 ആണ്, സക്ഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 ആണ്, ഡെലിവറി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് P3 ആണ്, രണ്ടാമത്തെ സ്റ്റേജിൻ്റെ. ടു സ്റ്റേജ് നമ്മൾ ആ വരച്ച ചിത്രം ഉണ്ടല്ലോ, ഈ ചിത്രം നോക്കുക, ഈ ചിത്രത്തിൻ്റെ ബേസ് ചെയ്താണ് സക്ഷൻ പ്രഷർ P1, സക്ഷൻ ടെമ്പറേച്ചർ T1, ഡെലിവറി പ്രഷർ P3. ക്ലിയർ, P3 ആണ്. ഇത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ ഇൻ്റർമീഡിയറ്റ് പ്രഷർ ഇൻഫ്ലുവൻസസ് ദ വർക്ക് ടു ബി ഡൺ ഓൺ എയർ എന്നാണ് പറയുന്നത്. അതായത് ഈ സക്ഷൻ പ്രഷർ, സക്ഷൻ ടെമ്പറേച്ചർ, ഡെലിവറി പ്രഷർ ഫിക്സ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് പ്രഷറായിട്ടുള്ള P2 ആണ് എന്ത്, നമ്മളെ കൊടുത്തിട്ടുള്ള എയറിൽ ചെയ്യുന്ന വർക്ക് ഡൺ ഉണ്ടല്ലോ, ആ വർക്ക് ഡണ്ണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്, ഇൻ്റർമീഡിയറ്റ് പ്രഷറായ P2 ആണ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒപ്റ്റിമം വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ ഫോർ മിനിമം വർക്ക് ഇൻപുട്ട് ടു ദ കംപ്രസർ എന്ന് പറയുന്നത് എങ്ങനെ ആണ് നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ, ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. കാര്യം മനസ്സിലായ? അതായത് P1, T1, P3 ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രഷർ ആയ P2 ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വർക്ക് ഡൺ ഓൺ എയറിൽ വർക്ക് ഡണ്ണിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർമീഡിയറ്റ് പ്രഷറായ P2 ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിമം വാല്യൂ ഓഫ് നമുക്ക് P2ൻ്റെ ഒപ്റ്റിമം വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ, അതായത് P2 ഫോർ മിനിമം വർക്ക് ഇൻപുട്ട് ടു ദ കംപ്രസർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ അപ്ലൈയിങ് ദ കണ്ടീഷൻ. ആ കണ്ടീഷനാണ് എന്ത്, dW by dP2 ഈക്വൽ ടു 0. മനസ്സിലായ? അതായത് P2 ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇൻ്റർമീഡിയറ്റ് പ്രഷറാണ് വർക്ക് ഡൺ ഓൺ എയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ടുള്ള മിനിമം വർക്ക് ഇൻപുട്ട് എങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. എന്ത് കണ്ടീഷനാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ ഇൻപുട്ട് എന്ന് പറയുന്നതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്തിന്, വിത്ത് റെസ്പെക്ട് ടു P2. കാരണം P2 ആണല്ലോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു P2. ദെൻ ആ ഇക്വേഷൻ എന്താണ്, ഇക്വേറ്റ് ചെയ്യണു, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷനാണ് എന്ത്, മിനിമം കണ്ടീഷൻ ഫോർ മിനിമം വർക്ക് റിക്വയർഡ് ഫോർ എ ടു സ്റ്റേജ് കംപ്രസർ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഇതിലുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് ഡെറൈവ് ചെയ്യാൻ പോവാണ്. ഡെറിവേഷൻ സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ള ഡിഫറൻസിയേഷൻ ആണ്. സ്റ്റെപ്സ് കുറച്ച് ലെങ്തി ആണ്, ബട്ട് സിമ്പിൾ ഡിഫറൻസിയേഷൻ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഇപ്പോൾ dW by dP2 ഈക്വൽ ടു 0. ഈ W ആണ് എന്ത്, ഇൻഡിക്കേറ്റർ പവർ അല്ലെങ്കിൽ ടോട്ടൽ പവർ ഇൻപുട്ട് അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഇൻപുട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എന്താണ്, ഈ W പകരം എന്താണ്, ഈ വാല്യൂ നമ്മൾ കൊടുക്കുക, n by n minus 1 mr t1 P2 by P1 whole power n minus 1 by n plus P3 by P2 whole power n minus 1 by n minus 2. അതല്ല ഇവിടെ കൊടുത്തിരിക്കണ d by dP2 into W ന് പകരം n by n minus 1 mr t1
into P2 by P1 whole power n minus 1 by n plus P3 by P2 whole power n minus 1 by n minus 2 which is equal to 0. Clear? ഇനി എന്താ ചെയ്തത് ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് P2 അല്ലേ ചെയ്യണം. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുക. ആദ്യം കോമൺ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് എന്താണ് n by n minus 1 mrt1 ആണ് കോൺസ്റ്റൻറ്റ്. അത് ഞാൻ പുറത്തെടുത്തു. അതിവിടെ എഴുതി n by n minus 1 mrt1 ഇൻറ്റു d by dp2 ഇൻറ്റു ബാക്കി അതേപോലെ എഴുതി d by dp2 ഇൻറ്റു p2 by p1 whole power n minus 1 by n plus p3 by p2 n minus 1 by n minus 2 which is equal to 0. ക്ലിയർ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഇത് കോൺസ്റ്റൻ്റ് അല്ലേ, ഇത് നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിക്കൂടെ അല്ലേ? കൊണ്ടുപോയാൽ ബാക്കി എന്താ റിമൈനിങ് ടേം വരിക? ഈ ഒരു ടേം മാത്രമല്ലേ വരുള്ളൂ. ക്ലിയർ? ഇതാ അതാണിത് റിമൈനിങ് ടേം. ഓക്കെ, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള n by n minus 1 mrt1 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ റിമൈനിങ് ആയിട്ടുള്ള ടേം എന്താണ്? d by dp2 into p2 by p1 whole power n minus 1 by n plus p3 by p2 whole power n minus 1 by n minus 2 which is equal to 0. Clear? Which is equal to 0. ഇനി എന്താ ചെയ്യണത്? ഇനി എന്താണ് നമ്മൾ ഇപ്പോൾ d by dp2 of this plus d by dpt of this term അല്ലേ? അപ്പോൾ ഇതിലെന്താണ് വിത്ത് റെസ്പെക്ട് ടു p2 അല്ലേ? ഇതിലേതാ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്? ഇത് P1 ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ P1 കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കണം. അതേപോലെ ഇവിടെ P3 ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കണം. ക്ലിയർ ഇല്ലേ? ഈ 2 കോൺസ്റ്റൻ്റ് ആണ്. 2ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യേറ്റ്? അത് 0 ആയിട്ട് പോകും. അപ്പോൾ റിമൈനിങ് ഇക്വേഷൻ എന്താ എഴുതുക? ഇപ്പോൾ ഇതിലുള്ള എന്താണ് 1 by P1 അല്ലേ? 1 by P1 ഹോൾ പവർ n minus 1 by n അല്ലേ? അത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തു. 1 by P1 ഹോൾ പവർ n minus 1 ഇൻറ്റു റിമൈനിങ് എന്താ വരിക? d by dp2 ഓഫ് ഈ ടേം p2 പവർ n minus 1 by n പ്ലസ് ഇവിടുത്തെ ടേം നോക്കുമ്പോൾ എന്താണ്? p3 ആണ് കോൺസ്റ്റൻറ്റ്. p3 ആണ് കോൺസ്റ്റൻറ്റ്. സോ p3 പുറത്തെടുത്തു. p3 പവർ n minus 1 by n കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു d by dp2 ഇൻറ്റു ബാക്കി എന്താ വരിക? 1 by p2 അല്ല, 1 by p2 ഹോൾ പവർ n minus 1 by n വിച്ച് ഈസ് ഈക്വൽ ടു 0. വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഓക്കെ, ആദ്യം ഇവിടത്തെ ഉള്ള ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഇത് കോൺസ്റ്റൻറ്റിനല്ലേ? 1 by p1 ഹോൾ പവർ n minus 1 by n കോൺസ്റ്റൻറ്റിനാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് d by dp2 ഓഫ് p2 ഹോൾ പവർ n minus 1 by n. ഇതെന്താണ്? എക്സ് പവർ എന്നിൻ്റെ ടേമിലല്ലേ കിടക്കുന്നത് അല്ലേ? n ഇൻറ്റു എക്സ് പവർ n minus 1 എന്നുള്ള ടേമിലാണ് ഡിഫറൻഷ്യേറ്റ് നമുക്ക് കിട്ടുക. സോ എക്സ് പവർ എന്നിൽ n ആണ് ഇവിടെ n minus 1 by n എന്നുള്ള ടേം കിടക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് n minus 1 by n ഇൻറ്റു p2 പവർ n minus 1 by n ഹോൾ മൈനസ് 1. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇവിടുത്തെ ഈ ടേം അതേപോലെ എടുത്തെഴുതി. എഴുതിയില്ല, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. p3 പവർ n minus 1 by n ഇൻറ്റു d by dp2 ഇൻറ്റു p2, അതായത് 1 by p2 ആണ്. അതിനെന്താണ്? p2ന് ഞാൻ മേലെ കൊണ്ടുപോയി. അപ്പോൾ എന്താ സംഭവിക്കുക? p2 പവർ -1 അല്ലേ വരിക അല്ലേ? അപ്പോൾ -1 എന്ന് പറയുമ്പോൾ -1 ഈ പവറിലല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ -n ആവും പ്ലസ് 1 ആവും, അതല്ല ആവുക. അപ്പോൾ അതിനെങ്ങനെ 1 മൈനസ് n ബൈ n എഴുതി കൂടെ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? p2 പവർ 1 മൈനസ് n ബൈ n എഴുതി. ക്ലിയർ? വിച്ച് ഈസ് ഈക്വൽ ടു 0. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണത്? ഇതിനെ ഈ ഭാഗം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഇവിടെ സിംപ്ലിഫൈ ആണ്. ഇവിടെ അതേപോലെ 1 by p1 ഹോൾ പവർ n minus 1 by n തന്നെ എടുത്ത് എഴുതി. ഇവിടെയുള്ള n minus 1 by n തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ LCM കണ്ടൊന്ന് സിംപ്ലിഫൈ ആണ്. p2 n minus 1 by n minus 1 അല്ലേ? അപ്പോൾ ഈ n-നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? n p2 പവർ n minus 1 minus n ഹോൾ ഡിവൈഡഡ് ബൈ n എന്ന് വന്നു. ക്ലിയർ? അവിടെ നിൽക്കട്ടെ. ദെൻ ഇവിടുത്തെ ഈ ഭാഗം ചെയ്യല്ലേ? p3 പവർ n മൈനസ് 1 ബൈ n ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1 മൈനസ് n ബൈ n 1 മൈനസ് n ബൈ n ഇൻറ്റു p2 പവർ 1 മൈനസ് n ബൈ n മൈനസ് 1 അല്ല, അതവിടെ എഴുതിക്കും. 1 മൈനസ് n ബൈ n മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഇവിടെയുള്ള ടേമിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണ്ടേ? ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് അതേപോലെ തന്നെ എഴുതും. ഇവിടെയല്ല സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ എന്താണ്? ഇവിടെ n ഉണ്ട്, പ്ലസ് n ആണ്, ഇവിടെ മൈനസ് n ആണ്. ഇത് ക്യാൻസൽ ആയി പോകും. ബാക്കി -1 ബൈ n ആണ് വരിക, അതവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അതേപോലെ എന്താണ്? 1 ബൈ p1 ഹോൾ പവർ n മൈനസ് 1 ബൈ n എന്നല്ലേ? 1 പവർ n മൈനസ് 1 ബൈ n എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1 ഇട്ടു. p1 പവർ n മൈനസ് 1 ബൈ n എന്താണ്?
P1 പവർ n മൈനസ് 1 ബൈ n ആണ്, അതിട്ടു. ഇൻറ്റു ഇവിടെയുള്ള ഈ ടേം n മൈനസ് 1 ബൈ n ഇട്ടു. ഇവിടെ എന്ത് സംഭവിച്ച്? ഇവിടെ പ്ലസ് n ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, അത് ക്യാൻസൽ ആയി. അപ്പോൾ റിമൈനിങ് എന്താ പറയുക? P2 പവർ മൈനസ് 1 ബൈ n എന്ന് വന്നു. പ്ലസ് ഇവിടെ എന്താ ചെയ്ത്? ഇവിടെ ഈ 1 മൈനസ് n ബൈ n ഇങ്ങോട്ട് എഴുതി, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ദെൻ P3 പവർ n മൈനസ് 1 ബൈ n അതേപോലെ എഴുതി. ദെൻ P2 പവർ ഇവിടെ എന്താണ്? ഇവിടെയും ഇവിടെ നിന്ന് ചെയ്ത പോലെയുള്ള സിംപ്ലിഫിക്കേഷൻ ചെയ്ത് n ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ്? 1 മൈനസ് n ബൈ n ആയി. അപ്പോൾ എന്താണ്? 1 മൈനസ് 2n ആയി ഇവിടെ അല്ലേ. 1 മൈനസ് ഇവിടെ 1 മൈനസ് n ബൈ n എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ദെൻ 1 മൈനസ് 2n ഉള്ള അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. സോ നമുക്കിവിടെ എഴുതാം 1 ബൈ P1 ഹോൾ പവർ n മൈനസ് 1 ബൈ n ഇൻറ്റു n മൈനസ് 1 ബൈ n ഇൻറ്റു P2 പവർ മൈനസ് 1 ബൈ n, ഈ ടൈം അതേപോലെ എടുത്ത് എഴുതി. പ്ലസ് 1 മൈനസ് n ബൈ n ഇൻറ്റു P3 പവർ n മൈനസ് 1 ബൈ n ഇൻറ്റു P2 പവർ 1 മൈനസ് 2n ബൈ n. ക്ലിയർ അല്ലേ? മൈനസ് n മൈനസ് n 2n ആണ്. 1 മൈനസ് 2n ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? ഇതൊന്ന് കോമൺ ആയിട്ടുള്ള ടേംസ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുക. കോമൺ അല്ല, അതിന് നമുക്ക് എങ്ങനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വൺ ബൈ P1 ഹോൾ പവർ n മൈനസ് 1 ബൈ n ഇൻറ്റു n മൈനസ് 1 ബൈ n ഇൻറ്റു P2 പവർ മൈനസ് 1 ബൈ n മൈനസ് 1 ബൈ n മൈനസ് യെസ്. ഇവിടെ എന്താ ചെയ്ത്? ഇവിടെ പ്ലസ് അല്ലേ, ഇവിടെ പ്ലസ് 1 മൈനസ് n ബൈ n എന്നല്ലുള്ളത് അല്ലേ. പ്ലസ് 1 മൈനസ് n ബൈ n എന്നല്ലുള്ളത്. ഇതിനെ എനിക്ക് ഇവിടെ ഇത് n മൈനസ് 1 ബൈ n എന്നുള്ള ടേമിലല്ലേ, എനിക്ക് ഇവിടെ n മൈനസ് 1 ബൈ n എന്നുള്ള ടേമിലേക്ക് വെക്കണം. അപ്പോൾ എന്താണ്? ഇവിടെ ഞാൻ ഒരു മൈനസ് ഇട്ടാൽ പോരെ, ഇവിടെ മൈനസ് ഇട്ട് ഏതെങ്കിലും സോൾവ് ആവില്ലേ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ ഞാൻ ഒരു മൈനസ് കൊടുത്തപ്പോൾ എന്തായി? n മൈനസ് 1 ബൈ n ആയി. കാരണം എന്താ? ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താണ്? മൈനസ് 1 ആയി, മൈനസ് മൈനസ് പ്ലസ് n ആയി. അപ്പോൾ n മൈനസ് 1 ബൈ n എഴുതി കൂടെ, അതവിടെ ചെയ്ത് ഇവിടുത്തെ ടൈമിന് മാറ്റില്ല, അതേപോലെ എഴുതി. ഇവിടെ മൈനസ് ഓഫ് n മൈനസ് 1 ബൈ n ഇൻറ്റു ഇവിടെ അതേപോലെ എടുത്ത് എഴുതി P3 പവർ n മൈനസ് 1 ബൈ n P2 പവർ 1 മൈനസ് 2n ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? ഇനി ഇവിടെ ചെയ്തത്, ഇവിടെ ഈ P2 ഉണ്ടല്ലോ, P2 ബൈ P1 എന്നുള്ള ടൈമിൽ എഴുതി. ഈ P2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ നമുക്ക് എന്ത് ചെയ്താൽ? P2 പവർ മൈനസ് 1 ബൈ n ബൈ P1 പവർ n മൈനസ് 1 ബൈ n, ഇവിടെയുള്ളത് മൈനസ് P3 പവർ n മൈനസ് 1 ബൈ n ഇൻറ്റു P2 പവർ 1 മൈനസ് 2n ബൈ n. ഇവിടെ എന്താ സംഭവിച്ച്? ഇവിടെ n മൈനസ് 1 ബൈ n ഉണ്ട്, ഇവിടെ n മൈനസ് 1 ബൈ n ഉണ്ട്. ഇതൊരു ടേമാണ്, ഇവിടം ഒരു ടേമാണ്. ഇതൊന്ന് കോമൺ ആയിട്ടുള്ള n മൈനസ് 1 ബൈ n മൈനസ് 1 അല്ലേ, ആ കോമൺ ആയിട്ടുള്ളത് പുറത്തെടുത്തു, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്താ? 0 ആയിപ്പോയി. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് റിമൈനിങ് ആയിട്ടുള്ള ഇക്വേഷനെ ഇവരിവിടെ എടുത്ത് എഴുതി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതൊരു ടേമാണ്, ഇത് ഒരു ടേമാണ്, ഇതിവിടെ മൈനസ് ടേമിലല്ലേ കിടക്കണേ. ഈ മൈനസ് ടേമിന് ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടാണ്, അപ്പോൾ അത് പ്ലസ് ആവില്ലേ, അതവിടെ ചെയ്തിരിക്കണം. P2 പവർ മൈനസ് 1 ബൈ n ബൈ P1 പവർ n മൈനസ് 1 ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു P3 പവർ n മൈനസ് 1 ബൈ n ഇൻറ്റു P2 പവർ 1 മൈനസ് 2n ബൈ n. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണത്? ഇവിടെ P2 അല്ലേ, ഇവിടെയും P2 ഉണ്ടല്ലോ. P2നെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നു, ഈ P2നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഈ P1നെ ഇങ്ങോട്ടും കൊണ്ടുപോയി. അപ്പോൾ എന്താ വരിക? P2 പവർ മൈനസ് 1 ബൈ n ഹോൾ ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ P2 പവർ ഡിവൈഡ് ആവും, ഇവിടെ P2 പവർ 1 മൈനസ് 2n ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ടേം P3 പവർ n മൈനസ് 1 ബൈ n ഇൻറ്റു ഈ ടേം ഇങ്ങോട്ട് പോയി, അതായത് P1 പവർ n മൈനസ് 1 ബൈ n. ക്ലിയർ? ദെൻ ഇവിടുത്തെ ഈ P2നെ എനിക്ക് മേലേക്കിട്ടൂടെ, മേലേക്കിടുമ്പോൾ എന്താണ്? മൈനസ് ആവുമല്ലോ ചെയ്യുക. മൈനസ് ആവുമ്പോൾ എന്താവും? മൈനസ് 1 ഇവിടെ മൈനസ് 1 ആവും, ഇവിടെ പ്ലസ് 2n ആവും. അപ്പോൾ 2n മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ? അതവിടെ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ P2 പവർ മൈനസ് 1 ബൈ n ഉണ്ട്, അത് എഴുതി P2 പവർ മൈനസ് 1 ബൈ n. ദെൻ ഈ P2നെ മേലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി, മൈനസ് ആകുമ്പോൾ മാറുന്നത് ഇവിടെ മൈനസ് വരുമ്പോൾ മൈനസ് 1 പ്ലസ് 2n ആവും. സോ വി ക്യാൻ റൈറ്റ് P2 പവർ 2n മൈനസ് 1 ബൈ n എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുകയാണെങ്കിൽ P3 പവർ n മൈനസ് 1 ബൈ n ആണ്, P1 പവർ n മൈനസ് 1 ബൈ n ആണ്. രണ്ടിൻ്റെയും പവർ സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് P3 ഇൻറ്റു P1 ഹോൾ പവർ n മൈനസ് 1 ബൈ n എന്ന് എഴുതാം. ക്ലിയർ?
ദെൻ അടുത്ത് എന്താ ചെയ്യണത്? അടുത്തത് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ. ഇവിടെ എന്താണ്? രണ്ടും P2 ആണ് അല്ലേ? അപ്പോൾ എന്താണ്? P2 പവർ -1/n ഇവിടെ പ്ലസ് 2n - 1/n എഴുതാം. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ P3 × P1 ആണ്, അതിന് ജസ്റ്റ് P1 × P3 എന്ന് എഴുതി. എങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. P1 × P3 ഹോൾ പവർ n - 1/n എഴുതി. ദെൻ ഇവിടെ ഇത് സിംപ്ലിഫൈ ആണ്, അതായത് -1/n പ്ലസ് 2n - 1/n സിംപ്ലിഫൈ ആണ്. സോ P2 പവർ ഇത് കോമൺ അല്ലേ, താഴെയുള്ളത് കോമൺ അല്ലേ, n അല്ലേ, അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ n കൊടുത്തൂടെ. ഇപ്പോൾ എന്താ വരിക? -1 പ്ലസ് 2n - 1 ഹോൾ ഡിവൈഡ് ബൈ n എഴുതാം. P2 പവർ -1 പ്ലസ് 2n - 1 ഹോൾ ഡിവൈഡ് ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു P1 × P3 n - 1/n. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ -1 ഉണ്ട്, ഇവിടെയും -1 ഉണ്ട്, അപ്പോൾ -2 അല്ലേ ആവുക. 2n - 2/n എന്നാണ് വരിക അല്ലേ? അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ എന്തായി? ഇത് അത് സിംപ്ലിഫൈ ചെയ്ത് P2 പവർ 2n - 2 ഡിവൈഡഡ് ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ P1 × P3 ഹോൾ പവർ n - 1/n. ഇവിടെ എന്താണ്? ഇവിടെ നിന്ന് എന്ത് ചെയ്തു ഞാൻ? ഇവിടെ 2n, ഇവിടെ 2 അല്ലേ, എനിക്ക് 2 കോമൺ ആയിട്ട് എടുക്കാമല്ലോ, പുറത്തെടുക്കാമല്ലോ. 2 പുറത്തെടുത്തു. ഇപ്പോൾ P2 സ്ക്വയർ ഇൻറ്റു ഇവിടെ 2 പുറത്ത് വന്നപ്പോൾ എന്താ? n - 1/n n - 1/n വിച്ച് ഈസ് ഈക്വൽ ടു P1 × P3 ഹോൾ പവർ n - 1/n ആയി. അപ്പോൾ ഇവിടെ ഈ പവറിൽ n - 1/n ഉണ്ട്, ഇവിടെ n - 1/n ഉണ്ട്. ഇത് രണ്ടും പവർ ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ P2 സ്ക്വയർ ആണുള്ളത്, ഇവിടെ P1 × P3 ആണ്. സോ വി ക്യാൻ റൈറ്റ് P2 സ്ക്വയർ ഈക്വൽ ടു P1 × P3 ആണ്. സോ P2 ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് P1 × P3 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ആൻഡ് ഇതിന് എന്തെന്ന് എഴുതാം? ഓറൽസ് നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? സോറി, ഇവിടെ ഞാൻ P2 × P2 ഈക്വൽ ടു P1 × P3 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതുമ്പോൾ ഒരു P2നെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോയി, ഇതിലുള്ള ഈ P1നെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? P2 / P1. അപ്പോൾ എങ്ങനെ എഴുതാം? P2 / P1 ഈക്വൽ ടു P3 / P2 എന്ന് എഴുതിക്കൂടെ? കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ടൈമിൽ എഴുതാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പ്രൂവ് ദാറ്റ് P2 സ്ക്വയർ ഈക്വൽ ടു P1 × P3 എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് P2 ഈക്വൽ ടു റൂട്ട് ഓഫ് P1 × P3 എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് P2 / P1 ഈക്വൽ ടു P3 / P2 എന്ന് പറയാം. ക്ലിയർ? സോ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതായത് പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത്, പ്രഷർ റേഷ്യോ ഇൻ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രഷർ റേഷ്യോ ഇൻ സെക്കൻഡ് സ്റ്റേജിന് ഈക്വൽ ആണെന്നാണ് അല്ലേ? P2 / P1 എന്ന് പറയുമ്പോൾ എന്താണ്? ലോ പ്രഷർ സിലിണ്ടറിലുള്ള പ്രഷർ റേഷ്യോ ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? ഹൈ പ്രഷർ സിലിണ്ടറിലുള്ള പ്രഷർ റേഷ്യോന് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രഷർ റേഷ്യോ ഇൻ ഫസ്റ്റ് സ്റ്റേജ് ഈക്വൽ ടു പ്രഷർ റേഷ്യോ ഇൻ സെക്കൻഡ് സ്റ്റേജ്. അതേപോലെ പ്രഷർ റേഷ്യോ ഇൻ ലോ പ്രഷർ സിലിണ്ടർ ഈക്വൽ ടു പ്രഷർ റേഷ്യോ ഇൻ ഹൈ പ്രഷർ സിലിണ്ടർ. അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ടീഷൻ ഫോർ മിനിമം ഇൻപുട്ട് വർക്ക് റിക്വയർഡ് ഫോർ 2 സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ ആർ ദ ഫോളോയിങ്. എന്താണ് ഈ കണ്ടീഷനിലുള്ളതിൽ എന്താണ് ഉള്ളത്? പ്രഷർ റേഷ്യോ ഓഫ് ഈച്ച് സ്റ്റേജ് ഷുഡ് ബി സെയിം. ഓരോ സ്റ്റേജിലുള്ള പ്രഷർ റേഷ്യോ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ നമ്മൾ 2 സ്റ്റേജ് കൺസിഡർ ചെയ്തുകൊണ്ട് P2 / P1 ഈക്വൽ ടു എന്താണ്? P3 / P2 ആയിരിക്കണം. ആഫ്റ്റർ കംപ്രഷൻ ഇൻ ഫസ്റ്റ് സ്റ്റേജ് should be cooled to initial suction temperature before taking into high pressure cylinder. അതായത് പെർഫെക്റ്റ് കൂളിംഗ് നടത്തണം അല്ലേ? ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കംപ്രഷൻ നടക്കുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യേണ്ട, അതുപോലെ ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതിലെ ആ ഇൻക്രീസ്ഡ് പ്രഷറിനെ നമ്മൾക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. ആ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന് എന്താണ്? ഇനീഷ്യൽ ടെമ്പറേച്ചർ ആയിട്ട് എന്ത് ചെയ്യണം? കൂൾ ചെയ്യണം. അതായത് ഇനീഷ്യൽ സക്ഷൻ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്ത് എത്തിക്കണം. അതായത് പെർഫെക്റ്റ് കൂളിംഗ് നടത്തണം. പെർഫെക്റ്റ് കൂളിംഗ് ഓർ കംപ്ലീറ്റ് ഇന്റർ കൂളിംഗ് എന്ന് പറയും. പെർഫെക്റ്റ് ഇന്റർ കൂളിംഗ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കൂളിംഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇന്റർ കൂളിംഗ് എന്നൊക്കെ പറയും. ദെൻ ദ വർക്ക് ഇൻപുട്ട് ടു ഈച്ച് സ്റ്റേജ് ഈസ് സെയിം. ഓരോ സ്റ്റേജിലുള്ള വർക്ക് ഇൻപുട്ട് എന്താണ്? സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? കണ്ടീഷൻ ഫോർ മിനിമം വർക്ക് റിക്വയർഡ് ഫോർ എ 2 സ്റ്റേജ്
കംപ്രസർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. 1-2 വട്ടം നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, ദെൻ അടുത്താണ് ഹീറ്റ് റിജക്റ്റഡ് ഇൻ എ 2-stage റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. അതിപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ ഇത് തന്നെയാണ്. ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് കംപ്രഷൻ പ്രോസസ് ഇൻ 2-stage എയർ കംപ്രസർ, ദ ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് ഇൻ ദ കൂളിംഗ് മീഡിയ ഇസ് ദ സം ഓഫ്. അത് ഹീറ്റ് റിജക്റ്റഡ് ആണ്. എങ്ങനെ ഹീറ്റ് റിജക്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് കംപ്രഷൻ ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം ക്യൂ കംപ്രഷൻ എന്ന് പറയാം. ക്യൂ കംപ്രഷൻ എന്ന് പറയാം. ഹീറ്റ് റിജക്റ്റഡ് ഇൻ ദ ഇന്റർകൂളറിൽ റിജക്ട് ചെയ്ത ഹീറ്റിനെ ക്യൂ ഇന്റർകൂളർ എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം? ക്യൂ കംപ്രഷൻ പ്ലസ് ക്യൂ ഇന്റർകൂളർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് പോളിട്രോപിക് കംപ്രഷൻ പ്രോസസ് വിച്ച് ഈസ് അബ്സോർബ്ഡ് ബൈ കൂളിംഗ് വാട്ടർ വിച്ച് സർക്കുലേറ്റ്സ് ദി സിലിണ്ടർ ജാക്കറ്റ്. ഇപ്പോൾ ക്യൂ കംപ്രഷൻ എന്ന് പറയുമ്പോൾ പോളിട്രോപിക് കംപ്രഷൻ ആണെന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എഴുതുന്ന ഒരു റിലേഷനാണ് എം ഇൻറ്റു ഗാമ മൈനസ് എൻ ബൈ എൻ മൈനസ് 1 ഇൻറ്റു സി വി ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ ഗാമ എന്ന് പറഞ്ഞാൽ റേഷ്യോ സ്പെസിഫിക് ഹീറ്റാണ്, ദാറ്റ് ഈസ് CP ബൈ CV ആണ്. ദെൻ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ പെർഫെക്റ്റ് ഇന്റർകൂളിംഗിൽ ദ ടെമ്പറേച്ചർ ഓഫ് എയർ ആഫ്റ്റർ കൂളിംഗ് ഷുഡ് ബി റെഡ്യൂസ് ടു ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സക്ഷൻ ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ ഓഫ് എയർ ആഫ്റ്റർ കൂളിംഗ് ഇൻ ദ ഇന്റർകൂളർ equal to T2 dash equal to T1 നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യമാണ്. therefore heat rejected in the perfect intercooler at a constant pressure process given by Q intercooler എന്ന് പറയുമ്പോൾ MCP, അതായത് MC ഡെൽറ്റ T എന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ, അതാണ് തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ട് റിലേഷൻ. അത് വെച്ചിട്ട് MCP ഇൻറ്റു T2 മൈനസ് T2 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? T2 ഡാഷിന് പകരം എന്ത് കൊടുക്കുക? T1 എന്ന് കൊടുക്കാം. സോ MCP ഇൻറ്റു T2 മൈനസ് T1. സോ ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ Q equal to M into gamma minus N by N minus 1 into CV into T2 minus T1 plus MCP into T2 minus T1. അതെന്താ ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതിയത് Q കംപ്രഷൻ പ്ലസ് Q ഇന്റർകൂളർ ആണ്. Q കംപ്രഷനിലുള്ള റിലേഷനാണ് ഇത്, Q ഇന്റർകൂളറിലുള്ള റിലേഷനാണ് ഇത്. അത് രണ്ടും എഴുതി സം ചെയ്തു. ഇതിലിപ്പോൾ കോമൺ ആയിട്ടുള്ളത് T2 മൈനസ് T1 ആണ്. ആ കോമൺ ആയിട്ട് ഉള്ള എമ്മും T2 മൈനസ് T1 ആണ്. അത് കോമൺ ആയിട്ട് എടുത്തു, ബാക്കി ടൈം എഴുതി, ഇക്വേഷൻ എഴുതി. ക്ലിയർ? അതായത് ഹീറ്റ് റിജക്റ്റഡ് ട്ടാ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അതേപോലെയാണ് ഒരു മൾട്ടി സ്റ്റേജിനുള്ളൊരു ഇക്വേഷൻ ഉണ്ട് എയർ കംപ്രസറിന്. ഇപ്പോൾ നമ്മളിപ്പോൾ മൾട്ടി സ്റ്റേജിനെ നമ്മൾ റിലേറ്റ് ചെയ്തത് ഇപ്പോൾ 2 സ്റ്റേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ 2 സ്റ്റേജ് ആവണമെന്നില്ല, മൾട്ടി ആവാം, 3, 4, 5 ഒക്കെ ആവാം. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അത് ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിന് കൂടെ തന്നെ പറയാം. ദെൻ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, തിയറി ടോപ്പിക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇൻ്റർകൂളർ ആൻഡ് ആഫ്റ്റർ കൂളർ. ഓക്കെ, ഇൻ്റർകൂളർ ആഫ്റ്റർ കൂളർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. അത് നമ്മളൊരു ചിത്രം വെച്ച് പറയണമായിരിക്കും നല്ലത്. ഈ ചിത്രം ഒന്ന് നന്നായിട്ട് പഠിക്കാം. ഈ ഫ്ലോ ഡയഗ്രാം ഒന്ന് നോക്കുക. ഇത് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് സിലിണ്ടറാണ്, ഇത് സെക്കൻഡ് സ്റ്റേജാണ്, ഇത് ലോ പ്രഷർ സിലിണ്ടറാണ്, ഇത് ഹൈ പ്രഷർ സിലിണ്ടറാണ്. സക്ഷൻ പ്രഷർ വരുന്നു P1, ഇത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ, ഇവിടെ ഇന്റർകൂളർ വെച്ചിട്ടുണ്ട്. ദെൻ P2 എന്ന് പറഞ്ഞ പ്രഷർ ഹൈ പ്രഷർ സിലിണ്ടറിൽ പോയി ഡെലിവറി പ്രഷർ, ഇവിടെ ആഫ്റ്റർ കൂളർ. ഇന്റർകൂളർ ആഫ്റ്റർ കൂളർ എന്നാണ് ടോപ്പിക്. ഇന്റർകൂളർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇന്റർകൂളറിൻ്റെ പർപ്പസ് എന്താണ്? ഇന്റർകൂളറിൻ്റെ പർപ്പസ് എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിൻ്റെ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യാണ് എന്ത്? ഇന്റർകൂളർ ചെയ്യുന്നത്. ക്ലിയർ? ആഫ്റ്റർ കൂളർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആഫ്റ്റർ കൂളർ ഈ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനാണ്. ഇന്റർകൂളർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ദ 2 സ്റ്റേജസിലാണ് എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഇന്റർകൂളർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ കൂളർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ദ റിസീവർ ആൻഡ് എന്താണ്? നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എവിടെയാണോ അവിടെയാണ് എന്ത്? ആഫ്റ്റർ കൂളർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, ദ ആഫ്റ്റർ കൂളർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഹൈ പ്രഷർ സിലിണ്ടർ അല്ലെ, ഹൈ പ്രഷർ സിലിണ്ടർ ആൻഡ് റിസീവർ ഇൻ എ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെയും റിസീവറിൻ്റെയും ഇടയ്ക്കാണ് എന്ത് വെച്ചിരിക്കുന്നത്? ആഫ്റ്റർ കൂളർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇന്റർകൂളർ എന്ന് പറഞ്ഞാൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻ മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ ലോ പ്രഷർ സിലിണ്ടറിൻ്റെയും ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെയും ഇൻ ബിറ്റ്വീനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ആഫ്റ്റർ കൂളറിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഡെലിവറി പ്രഷർ കിട്ടുന്നുണ്ടല്ലോ ഹൈ പ്രഷർ സിലിണ്ടറിൽ, P3 എന്നുള്ള പ്രഷറിൽ കിട്ടുന്നുണ്ടല്ലോ. അവിടെയുള്ള ടെമ്പറേച്ചർ എന്താണ്? T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. ഈ ഹൈ ടെമ്പറേച്ചറിലുള്ള എയറിനെ നമുക്ക് നേരെ സ്റ്റോറേജ് ടാങ്കിലേക്ക് കൊടുക്കാൻ പറ്റില്ല. സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ റിസീവർ എന്ന് കാണിച്ചിട്ടുണ്ട്, റിസീവറിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? ടെമ്പറേച്ചറിന് എന്ത് ചെയ്യണം?
റെഡ്യൂസ് ചെയ്യണം അല്ലേ, എന്താണ് കൂൾ ചെയ്യണം. The cooler is used to cool the air after coming out from the compressor and before entering the receiver. റിസീവറിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ മുൻപ് ഇതിനെ കൂൾ ചെയ്യണം നമുക്ക്. അതായത് ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. ഹൈ പ്രഷർ സിലിണ്ടറിൽ ഔട്ടിൽ വരുന്ന എയർ എന്ന് പറഞ്ഞാൽ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, ഭയങ്കര ഹൈ ആയിരിക്കും. ആ ഹൈ ടെമ്പറേച്ചറുള്ള എയറിനെ നമുക്ക് ഡയറക്റ്റ്ലി എന്താണ് റിസീവറിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ കൂൾ ചെയ്യാണ്. കൂൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൂൾ ചെയ്യണത്, കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തത്, അതായത് ഹൈ പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യില്ല, P3 എന്ന് പറഞ്ഞ പ്രഷറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിനെ T4 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറായിട്ട് റെഡ്യൂസ് ചെയ്യാണ്. T4 എന്ന് പറഞ്ഞാൽ ഇനി കൂടുകയല്ലേ എന്ന് വിചാരിക്കരുത്. നമ്മളിവിടെ ചെയ്യുന്നത് T2നെ T1 ആക്കി, ആ T1 ആക്കണില്ല, ഒന്ന് ടെമ്പറേച്ചറിന് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ റെഡ്യൂസ് ചെയ്ത ടെമ്പറേച്ചറിൻ്റെ പേര് ഇവിടെ T4 എന്ന് കൊടുത്തു. ഓക്കെ, 4 എന്ന് കൊടുത്തുകൊണ്ട് കൂടിയെന്ന് വിചാരിക്കരുത്, കുറയാണ് ചെയ്യുന്നത്. കുറച്ചു. എന്തിനാണ് കുറയ്ക്കണമെന്ന് വെച്ചാൽ ഇവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ കംപ്രസ്ഡ് എയറിൻ്റെ വോളിയം റിഡ്യൂസ്ഡ് ആവും. വോളിയം റിഡ്യൂസ്ഡ് ആകുമ്പോൾ എന്താണ്, നമുക്ക് ഈ റിസീവറിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. മനസ്സിലായ, അതൊരു പർപ്പസും കൂടി ഉണ്ട്. അതായത് വോളിയം ഓഫ് ദ എയർ ലീവിങ് ആഫ്റ്റർ കൂളർ വിൽ ഡിക്രീസ്, സോ ദ സൈസ് ഓഫ് റിസീവർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ആഫ്റ്റർ കൂളർ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആഫ്റ്റർ കൂളറിലൂടെ കംപ്രസ്ഡ് എയർ പാസ് ചെയ്ത് പോകുമ്പോൾ ടെമ്പറേച്ചർ റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ടെമ്പറേച്ചർ റെഡ്യൂസ്ഡ് ആകുമ്പോൾ വോളിയം ഓഫ് ദ എയർ ലീവിങ് ആഫ്റ്റർ കൂളർ വിൽ ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. ഡിക്രീസ് ആകുമ്പോൾ എന്താണ്, ഡിക്രീസ് ആകുമ്പോൾ സൈസ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട റിസീവറിൻ്റെ സൈസ് എന്താണ്, റെഡ്യൂസ്ഡ് ആക്കാം. ഓക്കെ, അപ്പോൾ റിസീവറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് എന്ന് പറയാം, ആഫ്റ്റർ കൂൾ യൂസ് ചെയ്യണമെന്ന് സിമ്പിളായിട്ട് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PV ഡയഗ്രാമാണ്. ഇൻ്റർകൂളറും ആഫ്റ്റർ കൂളറും വെച്ചിട്ടുണ്ടാവുന്ന PV ഡയഗ്രാമാണ്. ജസ്റ്റ് നോക്കുക, ഒന്ന് വരയ്ക്കുക. ഇൻ്റർകൂളറിൻ്റെ PV ഡയഗ്രാമാണ്. വിത്തൗട്ട് ക്ലിയറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ അപ്പോഴേ പഠിച്ചത് എന്താണ്, വിത്ത് ക്ലിയറൻസ് ആണ്. ഇത് ആഫ്റ്റർ കൂളറിൻ്റെ PV ഡയഗ്രാം. ഇത് നോട്ട് ചെയ്തിടുക. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണം. ദെൻ ഈ തിയറി പോർഷൻ ചെയ്താൽ ഇത് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫൈനലി ആണ് ഹൗ ടു ഇൻക്രീസ് ഐസോതെർമൽ എഫിഷ്യൻസി. ഓക്കെ, ഹൗ ടു ഇൻക്രീസ് ഐസോതെർമൽ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. ഐസോതെർമൽ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ്. ഐസോതെർമൽ എഫിഷ്യൻസി പറഞ്ഞിരുന്നു, നമ്മൾ ഇൻ്റർകൂളറൊക്കെ വെക്കുമ്പോൾ ഐസോതെർമൽ എഫിഷ്യൻസി ഇൻക്രീസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് അല്ലേ. ഇൻ്റർകൂളർ വെക്കുമ്പോൾ എന്താണ്, T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിനെ T1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ഇൻപുട്ടൊക്കെ കുറയണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യാമെന്നാണ്, ഈ ഐസോതെർമൽ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം െ കുറിച്ചാണ് പറയുന്നത്. ഒരു 5 പോയിന്റ്സ് ആണുള്ളത്. ഇത് വെച്ചിട്ടാണ് എന്ത് ഐസോതെർമൽ എഫിഷ്യൻസി നമ്മൾ ഇൻക്രീസ് ചെയ്യണത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഐസോതെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പറയുന്നത്, റേഷ്യോ ഓഫ് ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ടു ദ ആക്ച്വൽ വർക്ക് ഇൻപുട്ട് ടു ദ കംപ്രസർ ഈസ് കോൾഡ് ഐസോതെർമൽ എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആ പറയുന്ന പോയിന്റ്സ് ആണ്. ആദ്യം സ്പ്രേ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഇഞ്ചക്ട് ചെയ്യാണ്. എവിടെ, കംപ്രസർ സിലിണ്ടറിൽ into the compressor cylinder towards the end of compression stroke with the object of cooling air. This method has certain disadvantages. The injected water infects the cylinder lubrication and attacks the cylinder valves. ഇപ്പോൾ നമ്മൾ സിലിണ്ടറിലേക്ക് എന്ത് ചെയ്യാണ്, വാട്ടർ ഇഞ്ചക്ട് ചെയ്യാണ്. കംപ്രസർ സിലിണ്ടറിലേക്ക് വാട്ടർ ഇഞ്ചക്ട് ചെയ്യണം. ഇപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ, അതായത് എയറിനെ കൂൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതിനാണ് ഈ സ്പ്രേ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചക്ട് ചെയ്യുന്ന വാട്ടർ ഉണ്ടല്ലോ, അത് സിലിണ്ടർ ലൂബ്രിക്കേഷനിൽ ഇൻ്റർഫിയർ ചെയ്യും. ദെൻ അത് സിലിണ്ടർ വാളിനെയും വാളും വാൾവ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. ആ ഒരു പ്രശ്നം സ്പ്രേ ഇഞ്ചക്ഷനിലുണ്ട്. അടുത്ത് വന്നിട്ട് വാട്ടർ ജാക്കറ്റിംഗ് ആണ്. വാട്ടർ ജാക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കോമൺലി യൂസ് ചെയ്യുന്നതാണ്, സക്സസ്ഫുള്ളി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്.
റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൽ വാട്ടർ സർക്കുലേറ്റ് ചെയ്യാണ്, സിലിണ്ടറിൻ്റെ ചുറ്റും എന്താണ് ഒരു വാട്ടർ സർക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ. ഓക്കെ, വാട്ടർ ഈ സർക്കുലേറ്റർ അറൗണ്ട് ദ സിലിണ്ടർ ത്രൂ ദ വാട്ടർ ജാക്കറ്റ് വിച്ച് ഹെൽപ്സ് ടു കൂൾ ദ എയർ ഡ്യൂറിങ് കംപ്രഷൻ. സിലിണ്ടറിൻ്റെ തന്നെ പുറത്ത് വാട്ടർ സർക്കുലേഷനുള്ള പ്രൊവിഷൻ ഇട്ടുണ്ടാകും. ദെൻ അതിലൂടെ വാട്ടർ നമ്മൾ സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് സിലിണ്ടറിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന് എന്ത് ചെയ്യും, ഈ വാട്ടർ അബ്സോർബ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് ഇൻ്റർകൂളർ നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞതാണ്. വാട്ടർ ജാക്കറ്റിംഗ് എന്താണ് മോസ്റ്റ് എഫക്റ്റീവ് ആവണമെന്നില്ല. ഇപ്പോൾ സ്പീഡ് ഓഫ് ദ കംപ്രസർ ഹൈ ആകുമ്പോൾ, അപ്പോൾ ദ പ്രഷർ റേഷ്യോ റിക്വയർഡ് ഈസ് ഓൾസോ ഹൈ. ദ സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ ഇൻ്റർകൂളിംഗ് ഈസ് യൂസ്ഡ് ഇൻ അഡീഷൻ ടു ഇൻ്റർകൂളിംഗ്. ദെൻ എക്സ്റ്റേണൽ ഫിൻസ് ആണ്. എക്സ്റ്റേണൽ ഫിൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ സാധാരണ നിങ്ങൾ 2 വീലറിലുള്ള എഞ്ചിൻ്റെ പുറത്ത് കാണുന്ന പാളികളാണ്. ഇങ്ങനെ പ്രൊജക്റ്റഡ് എക്സ്ട്രൂഡഡ് പോർഷൻ ഉണ്ട്, അതാണ്. അതിലെന്താണ് അതിലൂടെ ഹീറ്റ് എന്താണ് ട്രാൻസ്ഫർ ആയി പോകും. ദെൻ സിലിണ്ടർ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കൂളിംഗ് ക്യാൻ ആൾസോ ബി അച്ചീവ്ഡ് ബൈ സ്യൂട്ടബിൾ ഡിസൈൻ ഓഫ് സ്ട്രോക്ക് ലെങ്ത് ആൻഡ് ബോർഡ് ഓഫ് ദ സിലിണ്ടർ. സ്യൂട്ടബിൾ ആയിട്ട് ബോറും സിലിണ്ടറിൻ്റെ ബോർ, അതായത് സിലിണ്ടറിൻ്റെ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്ത്തും ഡിസൈൻ ചെയ്താലും നമുക്ക് എന്താണ് എഫക്റ്റീവ് കൂളിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ.